നമസ്കാരം. ടീച്ചേഴ്സ് മെന്റർ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് SCRT പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന പാഠഭാഗത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മനുഷ്യപ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ലഘുയന്ത്രങ്ങൾ. മനുഷ്യപ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ലഘുയന്ത്രങ്ങൾ. ലഘുയന്ത്രങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഉത്തോലകങ്ങൾ, ചെരിവ് തലങ്ങൾ, ആപ്പ്. കപ്പി, സ്ക്രൂ എന്നിവയാണ്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ വിളിക്കുന്നത് ധാരം എന്നാണ്. ഉത്തോലകത്തിന് മേൽ നാം പ്രയോഗിക്കുന്ന ബലം അറിയപ്പെടുന്നത് യത്നം. ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം അല്ലെങ്കിൽ യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം അറിയപ്പെടുന്നത് രോധം. ധാരം, യത്നത്തിനും രോധത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകമാണ് 1ാം വർഗ ഉത്തോലകം. 1ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ കപ്പി, നെയിൽ പുള്ളർ, പ്ലേയേഴ്സ്, കത്രിക, ത്രാസ്, സീസോ. രോധം ധാരത്തിനും യത്നത്തിനുമിടയിൽ വരുന്ന ഉത്തോലകമാണ് 2ാം വർഗ ഉത്തോലകം. 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളാണ് വീൽ ബാരോ, നാരങ്ങ ഞെക്കി, പാക്കുവെട്ടി, ബോട്ടിൽ ഓപ്പണർ, വീൽ ചെയർ. യത്നം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകമാണ് 3ാം വർഗ ഉത്തോലകം. 3ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളാണ് ഐസ് ടോങ്സ്, ചൂണ്ട, ചവണ എന്നിവ. മരപ്പണിക്കാർ ഉപയോഗിക്കുന്ന ആപ്പ് എന്തിനുദാഹരണമാണ്? ചരിവ് തലത്തിനുദാഹരണമാണ് മരപ്പണിക്കാർ ഉപയോഗിക്കുന്ന ആപ്പ്. അപ്പൊ ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഫാക്ട്സ് എന്ന് പറയുന്നതും വളരെ കുറവാണ്. പക്ഷെ PSCക്ക് ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോവുമായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.